വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് തുടക്കക്കാരായ ആളുകൾക്ക് വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരേ സമയം ആത്മീയനായും അതേസമയം ചിലപ്പോഴൊക്കെ തികച്ചും ഭൗതികനായും ജീവിച്ചു പോകുന്ന അവസ്ഥ. പലപ്പോഴും എനിക്ക് ആത്മീയമായി മുന്നോട്ട് പോകാനാവത്തില്ല എന്ന വിചാരം കഠിനപ്പെടുന്ന ഒരു സമയവും, പലരും ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചാൽ ഭൗതികനായി ജീവിക്കുവാനുള്ള ഒരു വഴിയെ പോകാമെന്ന് ഉറയ്ക്കുന്ന ഒരു സമയമൊക്കെയാണത്. ഇങ്ങനെ പലരും എന്നെ കേൾക്കുന്നവർ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോവുകയോ അഥവാ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഉള്ളവരായിരിക്കാം. അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ പ്രസംഗത്തിൽ അതിനെ തരണം ചെയ്യേണ്ട മാർഗങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കഥയുണ്ട്. ഒരു ബംഗാളി ഒരിക്കൽ കേരളത്തിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം പോകുന്നത് മംഗലാപുരത്തേക്കാണ്, തിരുവനന്തപുരത്ത് നിന്നും. അങ്ങനെ അദ്ദേഹം മംഗലാപുരത്തേക്ക് പോകുന്ന സമയത്ത് ആ വഴിയിലിടയ്ക്ക് വെച്ച് അദ്ദേഹം തൃശ്ശൂർ ട്രെയിൻ നിർത്തി കുറച്ച് സമയം അവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പുറത്തേക്കിറങ്ങി ഒരു കടയിൽ നിന്നൊരല്പം വെള്ളവും ഒക്കെ കുടിക്കാമെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ കടയുടെ അകത്ത് ഒരു ചെറിയ ടി വിയിലൂടെ അദ്ദേഹത്തിന് ഇപ്പോഴേ നടക്കുന്ന വേൾഡ് കപ്പ് ഫുട്ബോൾ കാണുവാനായിട്ട് ഇടവന്നു. അങ്ങനെ ഈ ഫുട്ബോൾ കളി കണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം എല്ലാം മറന്നുപോയി. ഇദ്ദേഹം വന്നു നിന്ന ട്രെയിൻ അത് കടന്നു പോയത് അദ്ദേഹം അറിഞ്ഞില്ല. അതിന് പകരം അവിടെ മറ്റൊരു ട്രെയിൻ വന്ന് നിന്നതും അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം ബോധം വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. തൻ്റെ ട്രെയിൻ പോയത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഇത് വേറെ ട്രെയിനാണ്. അദ്ദേഹം ഓടി ട്രെയിനിനകത്ത് കയറി തൻ്റെ സീറ്റിൽ വന്ന് ഇരുന്നു. അങ്ങനെ സീറ്റിൽ വന്ന് താഴെ ഇരിക്കുമ്പോൾ പഴയതുപോലൊക്കെ തന്നെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പെട്ടിയോ ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹം അവിടെ താഴെ ഇരിക്കുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ വിട്ടു. അദ്ദേഹം മുകളിൽ നോക്കിയപ്പോൾ മുകളിൽ അതാ നേരത്തെ ഇല്ലാതിരുന്ന ഒരു ബംഗാളി ഇരിക്കുന്നു. അദ്ദേഹം വിചാരിച്ചു താൻ അവിടെ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് കയറിയ പുതിയ ബംഗാളിയാണ്. അദ്ദേഹം ഈ ബംഗാളിയോട് പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹം മംഗലാപുരത്തേക്ക് പോവുകയാണല്ലോ. ഈ പരിചയപ്പെട്ട ബംഗാളിയുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബംഗാളി ചോദിച്ചു, ഹേ ബംഗാളി, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഈ കൂട്ടുകാരൻ ബംഗാളി മുകളിൽ നിന്ന് മറുപടി പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബംഗാളി അവിടെ നിന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം പറയാണ്, എന്തൊരു ടെക്നോളജി! താഴെ ഇരിക്കുന്നയാൾ മംഗലാപുരത്തേക്ക് പോകുന്നു, മുകളിലിരിക്കുന്നയാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഈ ടെക്നോളജി സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, അസംഭവ്യമായ രസകരമായ ഒരു തമാശയാണ്. വേണമെങ്കിൽ ഇവരെയൊക്കെ കളിയാക്കാൻ വേണ്ടി ആളുകൾ പറയുന്നതാണെന്ന് പറയാം. പണ്ടൊക്കെ സിഖുകാരെ കളിയാക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, എന്നാൽ ഈ ബംഗാളിയുടെ ജീവിതത്തിൽ നടന്നതുപോലൊരു അനുഭവത്തിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഈ ശരീരവും വെച്ച് ഒരേ സമയം നമ്മൾ സ്വർഗത്തിലേക്കും യാത്ര ചെയ്യുന്നു, അതേസമയം നമ്മൾ നരകത്തിലേക്കും യാത്ര ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗവും മനസ്സിൻ്റെ ഒരു ഭാഗവും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ സ്വർഗത്തിലേക്കാണ്. എന്നാൽ മനസ്സിൻ്റെ മറ്റൊരു ഭാഗവും ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗവും ഫോക്കസ് ചെയ്യുന്നത് നരകത്തിലേക്കും. ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഈ അവസ്ഥയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വചനമുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീയ ജീവിതത്തിലെ ഒരു നിശ്ചലത,
അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ, വൈക്ലഭ്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണിത്. അതായത് നമ്മളുടെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരാണ്, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിനെതിരാണ്. ഇവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം, ഒരേ സമയം ഇത് രണ്ടും നമ്മളിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിത്തം നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല, ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനാവുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിശ്ചലമായി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ തീരുമാനിക്കുന്നത്, ഓക്കെ, എനിക്കിനി ആത്മീയമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ഇനി ഞാൻ പ്രയർ ഗ്രൂപ്പിൽ പോകുന്നില്ല, ഇനി ഞാൻ ധ്യാനത്തിന് പോകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന തീരുമാനം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ നരകത്തിലേക്ക് പോവുകയാണ്, കാര്യം ഇനി എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അവസാനിപ്പിച്ച്, ആത്മീയ ജീവിതമൊക്കെ അവസാനിപ്പിച്ച്, ഈ പരിശ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളൊരു വ്യക്തി അനുഭവിക്കുന്നൊരു പ്രശ്നം ആത്മസംഘർഷമാണ്, മനസ്സിൻ്റെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ, ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് കാണുന്ന വീട്ടുകാരുടെ കമൻ്റാണ്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കമൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളും പലപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് മറന്നുകൊണ്ട് നമ്മൾ അയാളോട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഇതാണ്: പ്രാർത്ഥനക്കാരനല്ലേ നീ? പ്രാർത്ഥിക്കാൻ പോകുന്നയാളല്ലേ നീ? ജീസസ് യൂത്ത് അല്ലേ നീ? കരിസ്മാറ്റിക് അല്ലേ നീ? ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് ചോദിച്ച ആ മനുഷ്യൻ്റെ മനസ്സ്, ആ വ്യക്തിയുടെ മനസ്സ് നമ്മൾ ഇടിച്ചു കളയും. ഇങ്ങനെ ഒരു മകൻ, മകൾ, സഹോദരൻ, സഹോദരി, ജീവിത പങ്കാളി വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരകൃത്യമാണ് ഈ വ്യക്തിയുടെ ആത്മീയ ഐഡന്റിറ്റി എടുത്തു പറഞ്ഞുകൊണ്ട്, നീ യോഗ്യതയില്ലാത്ത നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ തുടരുന്നതെന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തിയുടെ പ്രവൃത്തി. ഇതിനെ മനോഹരമായി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അനുഭവിക്കുന്ന വ്യക്തിയും ഈ വ്യക്തിയോടൊപ്പമുള്ള വ്യക്തിയും ഇത്തരം ഒരു സിറ്റുവേഷനെ മനോഹരമായി ഹാൻഡിൽ ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ദൈവികമായ ഒരു ഇടപെടലോടുകൂടിയാണ് ഞാൻ കർത്താവിലേക്ക് വരുന്നത്. അതിനുശേഷം ഞാൻ ആദ്യം ഒരു യുവജന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു, അതിനുശേഷം ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിർത്താൻ സാധിച്ചില്ല. ഞാൻ ഓർക്കുകയാണ്, മദ്യപാനം പെട്ടെന്ന് നിർത്തണമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ആദ്യ കുറേ കാലം ഞാൻ ഒന്നും ചെയ്തില്ല. എന്നാൽ പിന്നീട് ഞാൻ ഓർക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ആ കുറച്ച് കാലഘട്ടങ്ങളിൽ ഞാൻ വീണ്ടും ആ പാപത്തിലേക്ക് വീണ സാഹചര്യങ്ങളുണ്ടായി. ആദ്യ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പുറത്തുള്ളവരല്ല, കൂടെ നടന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ കൂട്ടുകാർ, അവർ തന്നെ ആണ് എന്നെ നിർബന്ധിച്ചിട്ടുള്ളത്, ഞാൻ വീണു പോയിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിലുള്ള സംഘർഷം ഞാൻ ഓർക്കുകയാണ്. ഞാൻ കർത്താവിലേക്ക് വരാമെന്ന് തീരുമാനിച്ചതിൻ്റെ 3-ാമത്തെ മാസം വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, കോളേജിലേക്ക് പോയ എനിക്ക് എൻ്റെ അടുത്ത ഒരാളെ എൻ്റെ മുൻപിൽ മർദ്ദിക്കുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്ത വിധം എതിരാളികൾ നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ബന്ധുവുമൊക്കെ ഒരാൾ അതിനോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടി പെട്ടെന്ന് എൻ്റെ മനസ്സ് ആത്മീയത വിട്ടുപോവുകയും ഞാൻ അതിന് പ്രതികാരം ചെയ്യുവാനുള്ളവരുടെ കൂട്ടത്തിലേക്ക് പെട്ടെന്ന് ചേരുകയും അവരോടൊപ്പം നടന്ന് അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ എനിക്കുണ്ടായി. ഞാൻ ആലോചിക്കണം, ഞാൻ ആത്മീയതയിലേക്ക് വന്ന് തീരുമാനമെടുത്തതിന് ശേഷം കൊച്ചു ചെറുക്കനാണ്, വളരെ ചെറുപ്പമാണ്. ആ സമയത്ത് സംഭവിക്കുന്ന ആത്മീയ സംഘർഷങ്ങളാണ്. പെട്ടെന്ന് എൻ്റെ മാനസാന്തരമൊക്കെ അറിഞ്ഞ ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും? എടാ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആളുകൾ കർത്താവിലേക്ക് വരും. പക്ഷെ പെട്ടെന്ന് അവർ പിന്നെ വീണ്ടും ഇതുപോലെ തല്ലാൻ പോകും, കുടിക്കാൻ പോകും, സിനിമ കാണുമ്പോൾ, എല്ലാ സിനിമകളുമല്ല, കർത്താവിന് ഇഷ്ടമില്ലാത്ത സിനിമകളും. ഇതൊക്കെ ഒരു ആദ്യത്തെ 1-2 വർഷത്തെ കുറച്ച് കാലഘട്ടങ്ങളിലെ ഒരു സംഘർഷമായിരുന്നു. 6 മാസം മര്യാദയ്ക്ക് നടക്കും, 6-ാമത്തെ മാസം വീഴ്ച വരും. ഒരു വഴക്കുണ്ടാവുകയോ സംഘർഷമുണ്ടാവുകയോ ആരെങ്കിലും വേദനിപ്പിക്കുകയോ. മദ്യപാനമൊക്കെ വളരെ അധികം പ്രബലപ്പെടാതെ പോയി. പക്ഷെ ചിലതൊക്കെ പിന്നീടും ഉള്ളിൽ നിന്ന് ചില ദുസ്വഭാവങ്ങൾ, തഴക്കങ്ങൾ, ഇതൊക്കെ നേരിടാൻ കഷ്ടപ്പെട്ടു. ഇതൊക്കെ ആളുകൾ നോട്ട് ചെയ്യുന്ന കാര്യമാണ്. കൂടെയുള്ളവർ, പ്രത്യേകിച്ച് വീട്ടിലുള്ളവർ. എൻ്റെ വീട്ടിലുള്ളവർ ഇത് കൈകാര്യം ചെയ്യുന്ന വിധം നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് എനിക്ക് ആഗ്രഹം. പ്രിയമുള്ളവരെ, അവിടെയാണ് എനിക്ക് ഒരുപക്ഷെ അത് താങ്ങും തണലുമായതെന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ പ്രാർത്ഥനയാണ് വളരെ പ്രധാനമായും ദൈവം എന്നെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഇടവരുത്തിയത്. പക്ഷേ അമ്മ എന്നെ ഡീൽ ചെയ്ത ഒരു രീതി ഞാൻ പറയാം. വളരെ വളരെ കുറഞ്ഞ സമയം മാത്രമേ, വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ അമ്മ എൻ്റെ ആത്മീയ ഐഡൻറ്റിറ്റിയും ഈ പ്രവൃത്തിയും തമ്മിൽ ചേരുന്നില്ലല്ലോ എന്ന് നേരിട്ട് പറഞ്ഞ്, അങ്ങനെ വേദനിക്കുന്ന രീതിയിൽ പറഞ്ഞ ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല. പലപ്പോഴും
ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് കാണുന്ന സമയത്ത് അമ്മ വേദനിക്കും, ആ തെറ്റിനെ ശാസിക്കുമെങ്കിൽ ഒരിക്കൽ പോലും ഒരു ആത്മീയ മനുഷ്യനാകാൻ ആഗ്രഹിച്ച് പ്രയർ ഗ്രൂപ്പിൽ പോകുന്ന നീയാണോ? അന്ന് ഗ്രൂപ്പിൽ നേതാവൊന്നുമല്ല, ഗ്രൂപ്പിൽ പോവുകയാണ്. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന നീയാണോ ഇത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ ചോദിച്ചിരുന്നെങ്കിൽ അതെൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയും ഒരുപക്ഷെ ഞാൻ അവിടെ പോകുന്നത് നിർത്തുകയും ചെയ്തേനെ. അങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ദൈവം എന്നെ നയിച്ചില്ല, അഥവാ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തില്ല. എൻ്റെ അപ്പൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആ സമയത്തൊക്കെ വിദേശത്താണ്. പക്ഷേ പപ്പായുടെ സ്വാഭാവികമായും അതിലല്ലാതെയുമുള്ള കാലഘട്ടങ്ങളിലെ പ്രത്യേകത, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ ചെയ്യുന്ന സമയത്ത് ശാസിക്കുകയും വഴക്ക് പറയുകയും ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളെ ശിക്ഷിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ആ സമയത്ത് വെറുപ്പൊക്കെ തോന്നുമെങ്കിലും പിന്നീട് ഒരിക്കലും കഴിഞ്ഞ കാലത്തെ ഒരു തെറ്റ് പറഞ്ഞിട്ട് നിനക്ക് യോഗ്യതയില്ലെന്നോ ജീവിക്കാൻ കൊള്ളത്തില്ലെന്നോ ഒരിക്കലും പറയാറില്ല. ആ തെറ്റ് ചെയ്യുന്ന സമയത്തുള്ള ശാസനയുള്ളത് പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതും പപ്പയുടെ സ്വഭാവ വിശേഷം. ഒരിക്കലും കഴിഞ്ഞ കാലത്തെ ഒരു തെറ്റിൻ്റെ പേരിൽ പിന്നീട് മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ പറയുന്ന സ്വഭാവമൊന്നും അദ്ദേഹത്തിനില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു തിരിച്ചു വരവിന് നമുക്ക് സഹായം തരുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണ്. എൻ്റെ സഹോദരൻ എന്നോട് സാധാരണ അദ്ദേഹം ഗുണദോഷിക്കാറുണ്ട്. അത് ഗുണദോഷിക്കാതിരിക്കുന്ന ഒരിക്കലും ശരിയല്ല, എങ്കിലും ഗുണദോഷിക്കുന്നതൊക്കെ വളരെ മനോഹരമായ ഒരു രീതിയാണ് അദ്ദേഹം അവലംബിക്കാറുള്ളത്. പലപ്പോഴും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മ ചൂണ്ടിക്കാണിക്കുകയും, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നത്, അദ്ദേഹം ഒരിക്കലും മറ്റൊരാളോട് എന്നെക്കുറിച്ച് ഒരിക്കലും മോശമായ ഒരു കമൻറ്റ് പറയത്തില്ല എന്നുള്ളതാണ്. വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗൃഹാന്തരീക്ഷമാണ്. അത് കാരണം മാത്രമല്ല, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തതിന് ശേഷം ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ്. കാര്യം നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ കർത്താവിനോട് പറഞ്ഞ തെറ്റുകളൊക്കെ കുമ്പസാരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് മറക്കുകയാണ്. പിന്നീട് കർത്താവിൻ്റെ മുമ്പിൽ ഈശോയെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ പോയി നിൽക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോ നമ്മളോട് പറയുകയാണ്, എടാ നീ അന്ന് അത് ചെയ്തതല്ലേ, കുമ്പസാരിക്കാൻ വന്ന് നീ അതൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറയും എന്ന് നമ്മൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ ആ വിശുദ്ധിയോടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റും. നമുക്കറിയാം ഈശോയുടെ സ്വഭാവം അതാ, ഈശോ മറന്നു. ഇതറിയാവുന്ന നമ്മൾ കുടുംബത്തിലുള്ള പാപത്തിൽ വീണു പോകുന്ന ഒരാളെ അങ്ങനെ വേണം ഡീൽ ചെയ്യാൻ, ഈശോ ഡീൽ ചെയ്യുന്ന പോലെ വേണം ഡീൽ ചെയ്യാൻ. അദ്ദേഹം അതിൽ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആദ്യകാലങ്ങളിലേക്ക് ഇതുപോലെ തെറ്റിൽ വീണതിന് ശേഷം പിന്നീട് തിരിച്ചു വരുമ്പോൾ ആത്മീയനായിട്ടായിരിക്കും ഇരിക്കുന്നത്. അന്നേരം ഭയങ്കരമായ ആത്മീയ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഞാൻ എവിടെയെങ്കിലും അറിഞ്ഞതോ കേട്ടതോ ഒക്കെ വന്ന് പറയുമ്പോൾ അതിനൊരു 6 മാസം മുമ്പ് സംഭവിച്ച എൻ്റെ വീഴ്ചയെക്കുറിച്ച് ആ സമയത്ത് എങ്ങാനും എൻ്റെ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചിട്ട്, അന്ന് നീ ഇത് ചെയ്യുന്ന നീയല്ലേ ഇപ്പോൾ ഈ പറയുന്നതെന്ന് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ഒരു ആത്മീയ കാര്യം പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആത്മീയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് തികച്ചും ഒരു പുണ്യവാളനെ കാണുന്നത് പോലെയാണ് അമ്മയൊക്കെ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇതെന്തൊരു നേട്ടമായിരുന്നു അറിയാമോ? എന്നാൽ ഞാൻ പിന്നീട് പല സഹോദരങ്ങളുടെയും ജീവിതം കണ്ടപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, എപ്പോഴെങ്കിലും ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ആദ്യത്തെ 2-3 വർഷം തകർച്ചയുടെ വീഴ്ചയുടെ ഒരു കാലഘട്ടം, ആ സമയത്ത് ഒരുപാട് നേട്ടങ്ങളും ആത്മീയമായിട്ടുള്ള ധ്യാനങ്ങൾ കൂടുന്നു സംഭവിക്കുന്നെങ്കിലും വീഴുന്നത് അതുപോലെ തന്നെ വീഴുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ വീഴ്ചയ്ക്കനുസരിച്ചുള്ള പരിഹാസവും കുറ്റപ്പെടുത്തലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നൊരു വ്യക്തിയായി ഞാൻ രൂപപ്പെട്ട് വരത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അന്ന് ഞാൻ എടുത്ത തീരുമാനങ്ങളും വ്യക്തമാണ്. ഇതുപോലെ എൻ്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന ഒരാളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ വീഴുന്ന വ്യക്തി അറിയേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ ഞാൻ എന്താണ് ഒന്നാമത് ഞാൻ തീരുമാനിക്കേണ്ടത്? ആത്മീയതയിൽ നിന്ന് മടങ്ങിപ്പോകാം എന്നൊരിക്കലും തീരുമാനിക്കരുത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആത്മീയതയിൽ നിന്ന് മടങ്ങിപ്പോകാമെന്നുള്ള തീരുമാനം തന്നെ നരകത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനമാണ്. നമുക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾക്കൊരിക്കലും 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്കൊരിക്കലും 2 വള്ളത്തിൽ കാല് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരിക്കലും ഞാൻ ആത്മീയത നിർത്തുക, എനിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ പിശാചിൻ്റെ കൂടെ, നമ്മൾക്ക് ഇനി കർത്താവ് മാസ്റ്റർ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു യജമാനൻ ആരാണ്? അത് പിശാചാണ്. അപ്പോൾ ആ ഓപ്ഷൻ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പം നമ്മൾ 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതോ? നമ്മൾ 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുകയല്ല. ആ യാഥാർത്ഥ്യമാണ് അറിയേണ്ടത്. അത് അറിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2 വള്ളത്തിൽ കാല് വയ്ക്കുന്ന 2 രീതിയുണ്ട്. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ,
ഒരാൾ ഒരു വള്ളത്തിൽ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യും, മറ്റേ വള്ളത്തിൽ മനഃപൂർവ്വം കാല് വെച്ചിങ്ങനെ നിൽക്കും. അയാളാണ് ഇങ്ങനെ വള്ളം രണ്ടായി പോയിട്ട് നെടുകെ കീറിപ്പോകാൻ പോകുന്നത്. ഇത് മറ്റൊരു 2 വള്ളത്തിൽ കാൽവെപ്പുണ്ട്. അതാണ് പലപ്പോഴും ഈ ആത്മീയതയിൽ വരുന്ന ആൾക്ക് ആദ്യം അനുഭവപ്പെടുന്ന 2 വള്ളത്തിൽ കാൽവെപ്പ്. അതെന്താണെന്ന് വെച്ചാൽ, ഇയാൾ താൻ നിൽക്കുന്ന വള്ളത്തിൽ നിന്ന് മറ്റേ വള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു. പക്ഷെ ഒരു കാലെവിടെ ഉണ്ട്? ആദ്യത്തെ വള്ളത്തിലുണ്ട്. പക്ഷെ ആ നിപ്പ് അവിടെ നിൽക്കാൻ വേണ്ടിയുള്ളതല്ല, അവിടെ നിന്ന് ആ കാലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ഒരു വള്ളത്തിൽ നിന്ന് മറ്റൊരു വള്ളത്തിലേക്ക് മാറുന്നുവെന്ന് നിങ്ങൾ തീരുമാനിക്കുക, ആലോചിക്കുക. ഈ സന്ദർഭത്തിൽ ഇയാൾ എന്തായിരിക്കും ചെയ്യുക? ഞാൻ 2 വള്ളത്തിലാണെന്ന് ഓർക്കുകയല്ല, അയാൾ ചെയ്യുക, മറ്റേ വള്ളത്തിൽ നിൽക്കുന്നയാളുടെ അടുക്കലേക്ക് തൻ്റെ 2 കൈകളും കൊടുക്കും. അപ്പോൾ മറ്റേ വള്ളത്തിൽ നിൽക്കുന്നയാൾ ഇദ്ദേഹത്തെ പിടിക്കും. ഇത് പിടിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് എവിടെയുണ്ട്? പഴയ വള്ളത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം അയാൾ അവിടെ നിൽക്കാൻ പോകുന്നതല്ല, അവിടെ നിന്ന് അയാൾ കാലെടുത്ത് തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആളുടെ അടുക്കലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഒരവസ്ഥ ആണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അവസ്ഥ. ഞാൻ എൻ്റെ പഴയ ജീവിതം പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആ ജീവിതത്തിലെ വഴക്കുകൾ, ആ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, ആ ജീവിതത്തിലെ തിന്മകൾ, പ്രവൃത്തികൾ, ഇതെല്ലാം എന്നെ വേട്ടയാടി ഒരു കാലഘട്ടത്തിൽ എന്നിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിലേക്ക് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ്, ഇനി നിന്നെ വിടുന്ന ഉദ്ദേശമില്ല, എന്നെ വിട്ടുകളയരുത്. ഞാൻ ഇങ്ങനെയൊക്കെ പോയാലും, ഞാൻ അപമാനം സഹിച്ചാണെങ്കിലും ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകും. അത് എളിമപ്പെടാനുള്ളൊരു അവസരമായിട്ട് കണ്ടു. അതെ, പാപിയാ പോകുന്നത്, തീർച്ചയായും പാപിക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യം. പണ്ട് കാലത്ത് യേശുവിൻ്റെ അടുക്കൽ പാപികൾ പോയപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, ഈ പാപികൾ എന്തിനാ ഈ കർത്താവിൻ്റെ അടുത്ത് പോകുന്നത്? കർത്താവ് അപ്പോൾ അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇവരെ തിരക്കിയ. അതുകൊണ്ട് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ജീസസ് യൂത്ത് ധ്യാന മന്ദിരങ്ങളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പാപത്തിൽ വീണു പോയതിനു ശേഷം അവിടെ എഴുന്നേറ്റ് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നടക്കുന്നൊരു സമയത്ത് നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, നമ്മൾക്ക് വീഴ്ചകൾ പറ്റിയേക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്, ഓടിച്ചെല്ലുക. അതേസമയം വലിയ ശുശ്രൂഷകൾ ചെയ്യണം എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. ആ സമയത്ത് നമ്മൾ പ്രതിസന്ധികളിലായിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ പരിശീലനത്തിലായിരിക്കണം, നമ്മൾ ആളുകൾക്ക് വിധേയപ്പെടണം. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ആത്മീയമായി നമ്മളെ സഹായിക്കാനുള്ള വ്യക്തികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. വൈദികർ, ആത്മീയ ശുശ്രൂഷകർ, അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. നമ്മളോട് സ്നേഹമുള്ള, കാരുണ്യമുള്ള സിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പ്രെയർ ഗ്രൂപ്പിലുള്ളവർ പ്രാർത്ഥിക്കും. ജീസസ് യൂത്ത് കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ തുടങ്ങിയ ഗ്രൂപ്പുകളിലുള്ളവർ പരസ്പരം പ്രാർത്ഥിക്കുന്നതാണ്. പരസ്പരം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച്, വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധിയിൽ വളർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമുക്ക് വളരെയധികം നേട്ടമുണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മദ്യപാനം ഞാൻ അവസാനിപ്പിക്കുന്ന അവസാനത്തെ നിമിഷം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആത്മീയ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് പോരാട്ടമുണ്ട്. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുമ്പോൾ പോരാട്ടമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല കൂട്ടുകാരും, അപ്പോൾ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മദ്യപിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ കൂട്ടുകാരുടെ കൂടെ പോയി ഇരിക്കും ഞാൻ. അപ്പോൾ ഇവർ മദ്യം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഒരു മോശം സ്വഭാവമാണ്. അപ്പോൾ ഒരു തവണ എൻ്റെ അടുത്ത് എന്നെ അറിയാവുന്ന സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ഞാൻ ചെറുപ്പമാണ്, ഞാൻ പറയുകയാണ്, നവീകരണത്തിൽ വന്നിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. ആ സമയത്ത് സിസ്റ്റേഴ്സ് എന്നോട് പറയും പോകരുത്. അപ്പോൾ ഒരു തവണ സിസ്റ്റേഴ്സിനൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കന്യാശ്രേമമാർക്കൊക്കെ അറിവ് കിട്ടി. ഞാൻ പോവുകയാണ് എവിടെയോ ഒരു സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ അതിൽ ഒരു സിസ്റ്റർ ആ സമയത്ത് ഫ്രീ ആയിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പോകുന്നു എന്ന് അവരറിഞ്ഞപ്പോൾ ആ കന്യാശ്രമം എനിക്ക് വേണ്ടി അവിടെ മുട്ടുകുത്തി നിന്നൊരു 4 കൊന്ത ചൊല്ലി. ആ സമയത്ത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അവർ ഫ്രീ ആയിരുന്നു, ഒരു ചാപ്പലിൽ പോയി ചൊല്ലി. ഞാൻ വഴിതെറ്റി പോകാതിരിക്കാൻ ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് പോയിരിക്കുകയാണ്, വട്ടം കൂടിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ എല്ലാവരോടും വാക്ക് പറഞ്ഞു, ഞാൻ അവരോട് പോയി ഇരിക്കത്തേ ഉള്ളൂ, ഞാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അന്നത്തെ ദിവസം ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. പക്ഷേ ഈ ഇരിപ്പാണ് എന്നെ പലപ്പോഴും അപകടത്തിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ കുടിക്കുന്നില്ല, അവർ കുടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ അവന് തോന്നുന്നത് ഞാൻ അവിടെ കുടിക്കാതിരുന്ന് ഇവരെ കളിയാക്കുന്നുവെന്നാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവൻ എന്നോട് പറഞ്ഞു, നീ ഇന്ന് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വാശിയായി, ഞാൻ കുടിക്കില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ ഇന്ന് കുടിച്ചേ പറ്റൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇവൻ്റെ കാലെടുത്ത് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. ഞാൻ ഇരുന്ന കസേരയിൽ നിന്ന് ഞാൻ മറിഞ്ഞുപോയി. അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നമുക്കൊരു സുബോധമുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു,
ഇനി ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ വരില്ല, നിങ്ങൾ എൻ്റെ കൂട്ടാണെന്ന് വിചാരിക്കരുത്, ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം, ആ ഒരു അത്തരം കൂട്ടുകെട്ട്, കൂട്ടുകാരെ ഉപേക്ഷിച്ച് നീ പറഞ്ഞില്ല, പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ ഇനി ഞാൻ അവരോട് ഉണ്ടാവില്ല എന്നൊരു തീരുമാനമെടുത്ത് ഞാൻ അവിടെ നിന്ന് നടന്നുപോയി. ആ കൂട്ടുകാരൻ എന്നോട് അങ്ങനെ ചെയ്യാൻ തോന്നിയതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഒന്ന്, ഞാൻ സ്ഥിരമായി ആ സമയത്തും എൻ്റെ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഗ്രൂപ്പുകളിൽ പോവുകയും എന്നെ ആത്മീയമായി സ്നേഹിക്കുന്ന, നിയന്ത്രിക്കുന്ന മുതിർന്ന അമ്മമാരോടും പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീ അമ്മമാരുടെയൊക്കെ പ്രാർത്ഥനാ സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രവൃത്തി ഞാൻ തുടർന്നു. ഞാൻ ഇവരെയൊക്കെ വിട്ട് പൊയ്ക്കളഞ്ഞിരുന്നെങ്കിലോ, ഞാൻ ഈ ഗ്രൂപ്പൊക്കെ വിട്ട് പൊയ്ക്കളഞ്ഞിരുന്നെങ്കിലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ട്, എനിക്കറിയാം. എങ്കിലും ദൈവം ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് എന്നെ രക്ഷിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ആ അവസ്ഥയിലേക്ക് കടന്നു വന്ന ഞാനാണ്, ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചിരുന്ന ഞാനാണ് ഇന്ന് കർത്താവ് പൂർണ്ണമായും ഇതിൽ നിന്നൊക്കെ വിടുവിച്ച ഒരാളായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വചനം പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ആദ്യ കാലഘട്ടങ്ങളിലെ വീഴ്ചകൾ, ആ വീഴ്ചയിൽ വർഷങ്ങൾ തുടരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ വീഴ്ചകൾ നമുക്ക് പൂർണ്ണമായും വീഴ്ചയല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം, കഴിയുന്നത്ര പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. എനിക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു റബ്ബർ ബാൻഡ് എടുത്ത് എൻ്റെ ഒരു ഗുരു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എന്നോട് തങ്കച്ചായനാണ് പറഞ്ഞതെന്നാണ് ഓർമ്മ, ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, ഈ റബ്ബർ ബാൻഡിൽ നീ ഈ ഒരൊറ്റ ഭാഗത്ത് മാത്രം പിടിച്ച് വലിച്ചാൽ ഈ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോവും. പക്ഷെ നീ എന്താണ് ചെയ്യേണ്ടത്? നീ മറ്റ് പല വശങ്ങളിൽ, നിനക്ക് പറ്റുന്ന വശങ്ങളിൽ പിടിച്ചിട്ട് നീളത്തിൽ വലിക്കുക. അങ്ങനെ വലിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ളതിനേക്കാൾ കൂടുതൽ വലുപ്പത്തിൽ ഈ റബ്ബർ ബാൻഡ് നീട്ടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് സാധിക്കുന്ന പുണ്യങ്ങളിൽ വളരാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ നോക്കി, എനിക്ക് സാധിക്കുന്ന പുണ്യങ്ങളാണ് പ്രാർത്ഥനയിൽ വളരുക, കുർബാന പോവുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുക. ഇങ്ങനെയുള്ള സാധിക്കുന്ന പുണ്യങ്ങളിൽ ഞാൻ അങ്ങ് വളർന്നു. അതൊക്കെ സ്റ്റഡിയാക്കി, എൻ്റെ പേഴ്സണൽ പ്രെയർ സ്റ്റഡിയാക്കി, ബൈബിൾ വായന സ്റ്റഡിയാക്കി, എനിക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റഡിയാക്കി. സംഭവിച്ചത് എന്താണ്? കൂട്ടായ്മ സ്റ്റഡിയാക്കി, എനിക്ക് ആത്മീയ സഹായങ്ങൾ തേടുന്നത് സ്റ്റഡിയാക്കി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, എനിക്ക് പറ്റുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ കൃത്യത പാലിച്ചു. കൃത്യത പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ അപ്പോൾ ദൈവം എന്നെ സഹായിച്ചു. മാത്രമല്ല, ഈ പുണ്യങ്ങൾ വളർന്ന് മറ്റേ പാപത്തെ, മറ്റേ കുറവിനെ ഇല്ലാതെയാക്കി. പ്രിയമുള്ളവരെ, ഒരുപാട് കാലമൊന്നും അങ്ങനെ പോയിട്ട് വന്നില്ല, വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ പോയ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റഡിയാക്കുന്നത് കണ്ട ദൈവം, വചന പഠനം സ്റ്റഡിയാക്കി, പേഴ്സണൽ പ്രെയർ സ്റ്റഡിയാക്കി, ജപമാല ഇഷ്ടം പോലെയാക്കി, കുർബാന കൃത്യമാക്കി, കുമ്പസാരം കൃത്യമാക്കി, ഒരുപാട് തവണ കുമ്പസാരിക്കും, ആഴ്ചയിൽ വീണാൽ അപ്പം പോയി കുമ്പസാരിക്കും. അങ്ങനെ ഈ കൃപകൾ സഭയിലുള്ളതെല്ലാം ഞാൻ ആശ്ലേഷിച്ചപ്പോൾ എൻ്റെ ദൈവം എന്നെ പലതിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോഴും കർത്താവ് എന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആന്തരിക സംഘട്ടനമുണ്ട്. പക്ഷേ ആത്മീയത നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നത് പോലാണ്. ക്ലച്ചും, ഡ്രൈവിംഗ് അറിയാവുന്നവർക്കറിയാം, ക്ലച്ചും ചവിട്ടി ആക്സിലേറ്ററും ചവിട്ടിയാൽ ഒരു രക്ഷയില്ല. ക്ലച്ചൊന്ന് കാലെടുക്കുന്നതിനോടൊപ്പമാണ് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് മുന്നോട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഈ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങളും ആത്മീയമായ പ്രവൃത്തികളുമാണ്. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ലോകം നമ്മളെ വിട്ടുപോയിക്കൊള്ളും. നമ്മളിലേക്ക് പ്രകാശം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ധകാരം നീങ്ങിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞാൻ വീണുപോകുന്ന അവസ്ഥ എനിക്ക് എളിമപ്പെടാനുള്ളൊരവസ്ഥയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്നോട്ട് പോകാതെ വീണ്ടും മുന്നോട്ട് കുതിക്കുവാൻ, എഴുന്നേൽക്കുവാൻ വേണ്ടിയും, കർത്താവേ, എനിക്കറിയാവുന്നവർ വീണുപോകുന്ന അവസ്ഥ അവർക്ക് താങ്ങും തണലുമായി അവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തുവാനുള്ളതാണെന്ന് മനസ്സിലാക്കിയും പ്രവർത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. കർത്താവെ, വീണാലും എഴുന്നേൽക്കുന്ന വലിയ കൃപയാൽ എന്നെ നയിക്കണമേ. ഞാൻ എത്ര തവണ വീണാലും എന്നെ എഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അങ്ങയുടെ കാരുണ്യം എന്നെ വലയം ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.